കർണാലിൻ്റെ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിൽ നിന്ന് ഹരിയാനയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹരിയാനയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇരുവശത്തും ഇതുപോലുള്ള കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്നതൊക്കെ കരിമ്പൻ കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഈ ഹരിയാനയിലും ഈ ഒരു പഞ്ചാബിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കൃഷി സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കാണാൻ പറ്റും. കുറേ കർഷകരെ കാണാൻ പറ്റുമേ. അപ്പം ഇവിടുത്തെ ഈ ഒരു കൃഷി സ്ഥലം കണ്ടിട്ട് നമ്മളിവിടെ നിർത്തിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ബാക്കിലൊക്കെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ കരിമ്പും കൃഷി കേട്ടോ കാണുന്നത്. ഈ ഒരു കരിമ്പും കൃഷി ഇവിടെ പുറയിൽ കാണാം. ഒപ്പം തന്നെ കുറേ ഇങ്ങനെ കഞ്ചാവൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നത് കാണാൻ പറ്റുമേ. ഇവിടെയൊക്കെ ഇതൊരു കോമൺ സംഭവമാണ് ഇങ്ങനെ കഞ്ചാവൊക്കെ റോഡ് സൈഡിൽ കാണുന്നത്. നമ്മളിപ്പം ഹരിയാനയിലെ ഒരു ഗ്രാമത്തിലാട്ടോ ഉള്ളത്. ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നത് കാണാം. ഇവിടെ കണ്ടോ, ഇതുണ്ടോ ഇങ്ങനെ ട്രാക്ടറുകളൊക്കെ ആട്ടോ കാണാൻ പറ്റുന്നത് കൂടുതലും. ഇപ്പം നമ്മൾ ഹരിയാനയിലെ ദാമല വില്ലേജിലാട്ടോ ഉള്ളത്. ഇവിടെ തണ്ണിമത്തം വിൽക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് തണ്ണിമത്തം മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ബാക്കിൽ തണ്ണിമത്തൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തന്നെ കൃഷി ചെയ്യുന്ന തണ്ണിമത്തനാണെങ്കിൽ 10 രൂപയും മാർക്കറ്റിൽ നിന്നുള്ള വരുത്തൻ തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ 20 രൂപയാണ്. അപ്പം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഈ ഒരു തണ്ണിമത്തം മേടിക്കാമെന്ന് വിചാരിച്ചു. 12 കിലോ ഉണ്ട് 2 തണ്ണിമത്തന് 120 രൂപയ്ക്ക് കിട്ടിയേ. വീണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ചൂലുണ്ടാക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ചൂലിന് വില വയ്ക്കാമെന്ന് ഓർത്ത് നടന്നു പോവുകയാണ്. 50 രൂപയാണെന്നാണ് പറഞ്ഞത് ഒരു ചൂലിന്. എന്നാൽ പിന്നെ ഒരു ചൂല് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവന്മാർ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. मोनू, ओके, आप कौन सा क्लास में है? 7 ക്ലാസ് മേ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് കേട്ടോ അത്. അവനിങ്ങനെ ചൂലുണ്ടാക്കി വെക്കുകയാണ്. ഇപ്പം അവധിയാണ്. 50 രൂപയ്ക്ക് കേട്ടോ ചൂലുണ്ടാക്കി വെക്കുന്നത്. വിശറി ആണെന്നുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് 2 എണ്ണം കേട്ടോ. ഇതും ഇവന്മാർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതുണ്ടോ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഒമിനി പോകുന്നുണ്ട്. ഒമിനിക്ക് AC ഇല്ലല്ലോ. ഇതിൽ AC പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ. AC പുറത്ത് മുകളിലൊരു ക്യാരിയർ വെച്ചിട്ട് അവിടെ AC പിടിപ്പിച്ചിരിക്കുകയാണ്. കൊള്ളാം കേട്ടോ. സെയിനി ഫ്രഷ് സോഡയുടെ ഒരു പരസ്യമൊക്കെ ഉണ്ട്. അവരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ച കേട്ടോ. ഹരിയാന വില്ലേജിലൊക്കെ വരുമ്പോഴത്തേക്കിന് പഴയ ഈ ഒരു ലാംബി ഓട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോഴും ഫ്രണ്ട് ഇഞ്ചൻ ലാംബി ഓട്ടോ ഒക്കെ കാണാമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ. അവിടെ അടുത്ത വേറൊരു ഓട്ടോ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഭണ്ഡാര കണ്ടു കേട്ടോ. അതായത് ചൂടത്ത് ഈ പഞ്ചാബികളും ഹരിയാനക്കാരും ഒക്കെ കൊടുക്കുന്നതാണ്, വെള്ളം കൊടുക്കുന്നതാണ്, സംഭാരാണിത്. ഇവരുടെ നേർച്ച മറ്റാണ് കേട്ടോ. ഹരിയാനയിലും പഞ്ചാബിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം കർണാല അടുക്കാറായിരിക്കുകയാണ്. ഈ വലത്തുവശത്തോട്ട് പോകുന്നത് ഡൽഹി അംബാലയൊക്കെ പോകുന്ന ഹൈവേ ആണ്.
പാർക്ക്. അടൽ പാർക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ കർണാല് വന്നാൽ കാണേണ്ട സംഭവമാണ് അടൽ പാർക്ക്. ഇപ്പം നമ്മൾ കർണാല് സിറ്റിക്കകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത്ര നേരം വന്നിട്ടുള്ള ആ ഒരു ലുക്കൊക്കെ മാറിയേ. ഇവിടെ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നല്ല ഒരു രീതിയിലാട്ടോ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഒക്കെ കാണുന്നത്. ഇവിടെ സൈഡിലൊക്കെ നല്ല നല്ല കെട്ടിടങ്ങളൊക്കെ കാണാം. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്. ഇത് കൊള്ളാം. ഇത് അത്യാവശ്യം പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സെക്ടറായിട്ടൊക്കെ ഇത് തിരിച്ചിട്ട് ബോർഡും സൈൻ ബോർഡും ഒക്കെ വെച്ചിട്ട് കൊള്ളാം. പെട്ടെന്ന് ആ ഒരു നമ്മളൊരു ഗാവ് ലുക്ക് മാറിയിട്ട് കർണാല് ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ഗുഡ്ഗാവിലൊക്കെ വന്ന പോലത്തെ ഒരു ലുക്കിലേക്ക് വന്നേ.